സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തമിഴ്നാട് വാൽപ്പാറയിൽ മലയാളി സംഘം സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 9 പേർ മരിച്ചു. മരിച്ചവരിൽ 8 പേർ സ്ത്രീകൾ. മലപ്പുറം പാങ് LP സ്കൂളിലെ അധ്യാപകരാണ് അപകടത്തിൽപ്പെട്ടത്. കോൺഗ്രസിനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വനിതാ സംവരണ ബില്ല് BJPയുടെ അപഹാസ്യ നാടകമാണെന്നും കോൺഗ്രസ് വെറും അധികാരമോഹികളെന്നും ബിനോയ് വിശ്വം. നാട്ടാന പരിപാലന ചട്ടത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ തൃശൂർ പൂരം നടത്താനാകാത്ത സ്ഥിതിയുണ്ടാകുമെന്ന് പാർമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് കുമാർ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഘടകപൂരങ്ങൾക്ക് ആനകളെ നൽകാൻ കഴിയുന്നില്ലെന്നും പാർമേക്കാവ് ദേവസ്വം സെക്രട്ടറി. ദേശീയപാത കൊരട്ടി മുരിങ്ങൂർ അടിപ്പാത നിർമ്മാണം. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം ശനിയാഴ്ച രാത്രി മുതൽ 6 ദിവസത്തേക്ക് നിരോധിക്കും. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരും. തൃശൂർ ജില്ലയിലും താപനില ഉയരുന്നു. സംസ്ഥാനത്തെ ശരാശരി പകൽ അന്തരീക്ഷ താപനില 37 ഡിഗ്രി സെൽഷ്യസ് കടന്നു. വാർത്തകൾ വിശദമായി. തമിഴ്നാട് വാൽപ്പാറയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലർ 200 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 9 മലയാളികൾ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. മലപ്പുറം സ്വദേശികളായ അധ്യാപക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പള്ളിപ്പറമ്പ് പാണ്ടുപാങ്ങ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ 16-അംഗ സംഘത്തിന്റെ വാഹനം ആളിയാർ ഡാമിനടുത്ത് അട്ടക്കട്ടിയിൽ വെച്ച് 200 അടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്കായിരുന്നു സംഭവം. കൊടും വളവായ 13-ാം ചുരത്തിൽ നിന്നാണ് നിയന്ത്രണം തെറ്റിയ വാഹനം താഴേക്ക് പതിച്ചത്. 2 ചുരങ്ങളിൽ തട്ടിത്തെറിച്ച വാഹനം 9-ാമത്തെ ചുരത്തിലെ റോഡിൽ വന്ന് വീഴുകയായിരുന്നു. 8 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അധ്യാപകരുടെ മക്കളും സംഘത്തിലുണ്ടായിരുന്നു. പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വാടാനപ്പള്ളി KTS ഐസ് പ്ലാന്റിന് സമീപം ബൈക്കും ടോറസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. എളവള്ളി സ്വദേശി മുസ്ലിം വീട്ടിൽ അബൂബക്കറിന്റെ മകൻ 29 വയസ്സുള്ള മൊയ്നുദ്ദീൻ ജീസ്തിയാണ് മരിച്ചത്. വാടാനപ്പള്ളിയിൽ നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയും എളവള്ളിയിൽ നിന്ന് അഞ്ചാങ്കല്ല് വഴി വാടാനപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന യുവാവ് സഞ്ചരിച്ച ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ടോറസിനടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനെ നാട്ടുകാരും ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് ഏങ്ങണ്ടിയൂരിലെ MI ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുദ്രാനിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗുരുവായൂർ സ്വദേശി മരിച്ചു. പുത്തമ്പള്ളി പിഷാരത്ത് 21 വയസ്സുള്ള ആദർശാണ് മരിച്ചത്. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടം വേഷം കലാകാരനാണ് ആദർശ്. ഇക്കഴിഞ്ഞ 14-ന് കുദ്രാനിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. സുഹൃത്തിനൊപ്പം നെല്ലിയാമ്പതിയിൽ പോയി തിരിച്ചുവരുന്നതിനിടെയായിരുന്നു അപകടം. എരുമപ്പെട്ടി നെല്ലുവായ് സെന്ററിൽ നിയന്ത്രണം വിട്ട് കോളേജ് ബസ് കാറിലും മറ്റൊരു ബസ്സിലും ഇടിച്ചു. തൃശൂരിൽ നിന്നും വിദ്യാർത്ഥികളുമായി എടപ്പാളിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ കോളേജ് ബസ് മുന്നിൽ പോയിരുന്ന സ്വകാര്യ ബസിന്റെയും എതിരെ വന്നിരുന്ന കാറിന്റെയും വശങ്ങളിൽ ഇടിക്കുകയായിരുന്നു. ബ്രേക്കിന് തകരാർ സംഭവിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു. ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്ന് കൈയിൽ തെറിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ബസിന്റെ ജാമായ ഡോർ നാട്ടുകാർ തള്ളി തുറന്നാണ് വിദ്യാർത്ഥികളെ പുറത്തിറക്കിയത്. കോൺഗ്രസിനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വനിതാ സംവരണ ബില്ല് BJPയുടെ അപഹാസ്യ നാടകമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് വെറും അധികാരമോഹികളെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ലോക്സഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നും രാജ്യത്തിന്റെ പ്രഥമ പൗരയായ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ മാറ്റി നിർത്തിയ BJPയാണ് വനിതകൾക്കായി നാടകം കളിക്കുന്നത്. വനിതകൾക്ക് അംഗത്വമില്ലാത്ത RSS നയിക്കുന്ന BJP സർക്കാർ ആദ്യം അതിന് മറുപടി പറയണം. ഒപ്പം രാഷ്ട്രീയ കാപട്യത്തിന് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. അംഗത്വം പോലും കൊടുക്കാതെ സ്ത്രീയെ കാതങ്ങൾ അകറ്റി നിർത്തുന്ന
RSS നയിക്കുന്ന BJP പറയുകയാണ് ഞങ്ങൾ നാരികൾക്ക് വേണ്ടിയുള്ള മഹത്വം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നാരി ശക്തികളുടെ പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിയെന്ന്. ആ പാർട്ടി എത്രമാത്രം തട്ടിപ്പിൻ്റെ പാർട്ടിയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. എപ്പോഴും മോദി പറയും പാർലമെന്റ് എന്നാൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണെന്ന്. ആ ശ്രീകോവിലിൽ ലവലേശം ആത്മാർത്ഥതയില്ലാതെ പൊള്ളയായ സ്ത്രീപ്രേമം പറയുമ്പോൾ ഏറ്റവും മഹത്തായ സ്ഥാനമുള്ള രാഷ്ട്രപതിയെ കണ്ടില്ല. ആ രാഷ്ട്രപതി ഒഴിവാക്കിയിട്ടാണ് നാരീ മഹാത്മ്യം പറഞ്ഞ മോദി ഈ ശ്രീകോവിലിൻ്റെ ഉദ്ഘാടനത്തിൽ പെരുമാറിയത്. ദ്രൗപദി മുർമു ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഒഴിവാക്കിയത്. ദ്രൗപദി മുർമു ഒരു ആദിവാസിയാണ്, അതാണോ അയോഗ്യത? ദ്രൗപദി മുർമു ഒരു വിധവയാണ്, അതാണോ അയോഗ്യത? സ്ത്രീകളുടെ പേര് പറഞ്ഞുകൊണ്ട് BJP ചെയ്യുന്ന ഈ കളിയെല്ലാം ഇതിനു വേണ്ടിയാണ്. നാടകീയമായ വേഗതയിൽ അംഗത്വം കൂട്ടാൻ വേണ്ടിയാണ് പാർലമെന്റിലെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. അധികാരത്തിനും സീറ്റിനുമായി തമ്മിൽ തല്ലുന്ന കോൺഗ്രസ് ആകെയുള്ള ഒരു കസേര 3ആയി വെട്ടിപ്പൊളിക്കുമെന്ന അവസ്ഥയാണെന്നും ബിനോയ് വിശ്വം പരിഹസിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും LDFനും കിട്ടിയ റിപ്പോർട്ടിനെ എല്ലാം അടിസ്ഥാനമാക്കിയിട്ട് ഞങ്ങൾ പറയുന്നു LDF പൂർണ്ണമായും വിജയപ്രതീക്ഷയിലാണ്. ടീം UDF എന്ന്. എന്ത് ടീം, എന്ത് UDF, എന്ത് കോൺഗ്രസ്, എന്ത് ഐക്യം? ആ പാർട്ടിക്ക് അധികാരമോഹമാണ്, കസേര കൊതിയാണ്. കസേര ഒന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അതിനുവേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന നേതാക്കന്മാരൊക്കെ പോകുന്ന പോലെ പോയാൽ ആ കസേരയെ 3ആക്കി വെട്ടിമുറിക്കേണ്ടി വരും. TCV തൃശൂർ. നാട്ടാന പരിപാലന ചട്ടത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ തൃശൂർ പൂരം നടത്താനാകാത്ത സ്ഥിതിയുണ്ടാകുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് കുമാർ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഘടകപൂരങ്ങൾക്ക് ആനകളെ നൽകാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം TCVയോട് പറഞ്ഞു. ഇന്ന് 300-ൽ താഴെ നാട്ടാനകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. തൃശൂർ പൂരം നല്ല രീതിയിൽ നടത്തുന്നതിന് 90 മുതൽ 100 ആനകൾ വരെ ആവശ്യമാണ്. എന്നാൽ അത്രയും ആനകൾ ലഭ്യമല്ല. കഴിഞ്ഞ തവണ ലഭിച്ച 80 ആനകളിൽ 18 എണ്ണം ചെരിഞ്ഞു. ഭാവിയിൽ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണെന്നും G. രാജേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. സർക്കാർ ഉടനെ തന്നെ ഇടപെട്ട് നാട്ടാനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ 4-5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പൂരം നടക്കോ ഇല്ല എന്നുള്ള പോലും സംശയമാണ്. ഇത്തവണ പകൽപൂരത്തിന് കൊമ്പൻ തൃക്കടവൂർ ശിവരാജുവാണ് പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുക. മുൻവർഷങ്ങളിൽ തിടമ്പേറ്റിയ ഗുരുവായൂർ നന്ദിന് ഫിറ്റ്നസ് പ്രശ്നമുള്ളതിനാലാണ് തൃക്കടവൂർ ശിവരാജുവിനെ തെരഞ്ഞെടുത്തത്. നാട്ടാനകളിൽ ലക്ഷണമൊത്തതും വലുപ്പമുള്ളതുമായ കൊമ്പനാണ് തൃക്കടവൂർ ശിവരാജു. രാത്രി പാറമേക്കാവ് കാശിനാഥനും പിറ്റേ ദിവസം എറണാകുളം ശിവകുമാറും തിടമ്പേറ്റും. പാറമേക്കാവിന്റെ മറ്റൊരുക്കങ്ങളും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സമയത്തിൻ്റെ ഭൂരിഭാഗം പണികളും തീർന്നു കഴിഞ്ഞു. വെടിക്കെട്ടിൻ്റെ പണികൾ നന്നായി നടക്കുന്നു. ആനകളുടെ ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മേളം പഞ്ചവാദ്യത്തിൻ്റെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വെടിക്കെട്ടിന് ബിനോയ് ജേക്കബിനാണ് ഇത്തവണയും ചുമതല. പതിവ് പോലെ കിഴക്കൂട്ടനിയന്മാരാർ മേളത്തിൽ പ്രാമാണികത്വം വഹിക്കും. എന്തായാലും കുടമാറ്റത്തിലും വെടിക്കെട്ടിലുമൊക്കെ വിസ്മയങ്ങൾ കാത്തുവച്ച് പാറമേക്കാവ് പൂരത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. TCV ന്യൂസ് തൃശൂർ. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പടിഞ്ഞാറ് വശത്തുള്ള പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം ശനിയാഴ്ച രാത്രി മുതൽ 6 ദിവസത്തേക്ക് പൂർണ്ണമായും നിരോധിക്കും. പകരം കിഴക്കുഭാഗത്തുള്ള പാലത്തിലൂടെ ഇരുവശത്തേക്കും വാഹനങ്ങൾ ഓരോ വരി വീതം കടത്തിവിടും. കൊരട്ടി മേഖലയിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനായി തൃശൂർ റൂറൽ പോലീസ് ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. തൃശൂർ ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെ കോട്ടമുറിയിൽ നിന്നും തിരിഞ്ഞ് സാജോ നഗർ, പാറക്കൂട്ടം, കിൻഫ്ര, കോനൂർ, പെരുമ്പി വഴി ദേശീയപാതയിലേക്ക് തിരിച്ചുവിടും. എറണാകുളം ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ ചിറങ്ങര മേൽപ്പാലം വഴി തിരിഞ്ഞ് ദേവമാത, കൊരട്ടിപ്പള്ളി, കാടുകുറ്റി, മുരിങ്ങൂർ വഴി ദേശീയപാതയിലേക്ക് പ്രവേശിക്കണം. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. പലയിടത്തും ഉഷ്ണതരംഗ സമാന സാധ്യത. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാം എന്നാണ് അറിയിപ്പ്. 2 ദിവസം കൂടി കൊടും ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്. സംസ്ഥാനത്തെ ശരാശരി പകൽ അന്തരീക്ഷ താപനില 37 ഡിഗ്രി സെൽഷ്യസും കടന്നു. ഇടവേള. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. ഹായ്, ടുലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ടുലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ടുലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്.
ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സിറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സിറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൂരം വീക്ഷിക്കാനെത്തുന്ന പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, നിർജ്ജലീകരണം പോലെയുള്ള അപകടങ്ങൾ പ്രതിരോധിക്കാൻ പ്രത്യേക ജാഗ്രത വേണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ആനകൾക്ക് ചൂടിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കും. തണ്ണിമത്തൻ, വെള്ളരി തുടങ്ങിയ ബലവർഗ്ഗങ്ങൾ ആനകൾക്ക് യഥേഷ്ടം നൽകണമെന്നും ഇടയ്ക്കിടെ തറ നനച്ചു കൊടുക്കണമെന്നും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ പറഞ്ഞു. പൂരം ആസ്വദിക്കാനെത്തുന്ന ആളുകൾക്ക് തണലത്ത് നിൽക്കാനുള്ള സൌകര്യങ്ങൾ പരമാവധി ഒരുക്കണമെന്ന് ജില്ലാ കളക്ടർ ദേവസ്വം അധികൃതർക്ക് നിർദ്ദേശം നൽകി. ഭിന്നശേഷിക്കാർക്ക് മേളം ആസ്വദിക്കാനും കുടമാറ്റം കാണാനും പ്രത്യേക സൌകര്യമൊരുക്കണമെന്ന് കളക്ടർ സാമൂഹ്യനീതി ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ചേലക്കര തൊഴുപ്പാടം പത്തുതീപ്പള്ളി പരിസരത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 4 ആടുകൾ ചത്തു. കൊല്ലംതൊടി ലക്ഷ്മിക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ആടുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. വർഷങ്ങളായി ആട് വളർത്തലിലൂടെ ഉപജീവനം നടത്തിയിരുന്ന കുടുംബത്തിന് വലിയ സാമ്പത്തികാഘാതമാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. വിവരമറിഞ്ഞ് ജനപ്രതിനിധികളായ PM അശോകൻ, മുസ്തഫ, സബിത തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ജനവാസ മേഖലയിൽ അജ്ഞാത ജീവിയുടെ സാന്നിധ്യം ഉണ്ടായതിൽ നാട്ടുകാർ കടുത്ത ആശങ്കയിലാണ്. പൊറത്തിശ്ശേരിയിൽ കള്ളുഷാപ്പിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിന് അധ്യാപകനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. മണപ്പെട്ടി കുട്ടിവളപ്പിൽ വീട്ടിൽ MG സുഗുണൻ എന്നയാളെയാണ് വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. പൊറുത്തുശ്ശേരി V1 നഗറിൽ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് സ്ഥാപിക്കാനുള്ള ശ്രമത്തിനെതിരെ സുഗുണനും പരിസരവാസികളും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. കല്ലേറ്റുംകര പോളിയിലെ അധ്യാപകനായ സുഗുണൻ ജോലിക്ക് പോകുന്നതിനിടെ ഇരിങ്ങാലക്കുട ബോയ്സ് സ്കൂളിന് സമീപത്ത് സ്കൂട്ടറിലെത്തിയ 2 പേർ ബൈക്കിന് വട്ടം വെച്ച് നിർത്തുകയായിരുന്നു. ബ്രേക്കിട്ട സുഗുണൻ ബൈക്കിൽ നിന്നും വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തു. ഇത് കണ്ട സ്കൂട്ടർ യാത്രികർ സ്കൂട്ടർ എടുത്തു പോവുകയായിരുന്നുവെന്ന് സുഗുണൻ പറയുന്നു. ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ സുഗുണൻ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിച്ചു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ശതോത്തര സുവർണ ജൂബിലി തിരുനാളിന് കൊടിയേറി. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് നൊവേന, ലതീഞ്ഞ, ദിവ്യകാരുണ്യ ആശീർവാദം എന്നിവ നടന്നു. കരിമരുന്ന് കലാപ്രകടനവും ഉണ്ടായിരുന്നു. സഹവികാരിമാരായ ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികരായി. കൊടികയറ്റം കഴിഞ്ഞതോടെ നവനാൾ ആചരണങ്ങൾക്ക് തുടക്കമായി. തിരുനാൾ ദിനം വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6-ന് നവനാൾ ആചരണത്തിന്റെ ഭാഗമായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ ഉണ്ടാകും. 24, 25, 26 തീയതികളിലാണ് തിരുനാൾ. ആത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്ന തൃശൂർ
ചാവക്കാട് പാതയിലെ കടാംതോട് പാലത്തിന്റെ സുരക്ഷയിൽ ആശങ്ക. പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള ഭരണാനുമതി വൈകുന്നു. കഴിഞ്ഞ ദിവസം പാലത്തിന്റെ കൈവരികൾ വാഹനമിടിച്ച് വീണ്ടും തകർന്നിരുന്നു. ഇതോടെ നേരത്തെ അസ്ഥിവാരമിളകി അപകടാവസ്ഥയിലായിരുന്ന പാലം കൂടുതൽ ദുർബലമായി. മരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇടിച്ച ഭാഗത്ത് ഇരുമ്പ് ഷീറ്റും റിബണും കെട്ടി താൽക്കാലിക അപകട സൂചന നൽകിയിരിക്കുകയാണ്. വാഹനത്തിരക്കേറിയ അമലനഗർ പാവർട്ടി റൂട്ടിലാണ് പാലം. 1937 കടാംതോട് പാലം നിർമ്മിച്ചത്. കരിങ്കൽ തൂണുകൾ കൊണ്ട് നിർമ്മിച്ച പാലത്തിന്റെ അടിത്തറയിലെ കാലുകളെല്ലാം ഇളകിയ നിലയിലാണ്. ഇടുങ്ങിയ പാലത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷം. അടിക്കടി അപകടങ്ങളുണ്ടാകുന്ന പാലം വീതി കൂട്ടി പുതുക്കി പണിയണമെന്നത് ദീർഘനാളായുള്ള ആവശ്യമാണ്. 12 വർഷം മുൻപ് അധികൃതർ പുതിയ പാലത്തിനായുള്ള പരിശോധനകൾ പൂർത്തിയാക്കി. കഴിഞ്ഞ കാലങ്ങളിൽ പലതവണയായി സർക്കാരിന്റെ ബജറ്റിൽ പാലം നിർമ്മാണം ഇടം പിടിച്ചു. എസ്റ്റിമേറ്റും ഡിസൈനും തയ്യാറാക്കി സർക്കാരിന്റെ ഭരണാനുമതിക്ക് സമർപ്പിച്ചു. എന്നാൽ ഭരണാനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. എസ്റ്റിമേറ്റ് തുകയിൽ കുറവ് വരുത്തി പുതിയ എസ്റ്റിമേറ്റും പാലത്തിന്റെ ഉയരം കുറച്ച് പുതിയ ഡിസൈനും സർക്കാരിന് സമർപ്പിക്കണമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ ഇപ്പോൾ പറയുന്നത്. ഇതോടെ കടാംതോട് പാലത്തിന്റെ നിർമ്മാണത്തിന് ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. TCV ന്യൂസ്, പാവറട്ടി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തത്തിൽ ബൈക്കുകൾ നശിച്ച് 150ഓളം പേർക്ക് നഷ്ടപരിഹാരം ലഭിച്ചു. ജനുവരി 4 തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തത്തിൽ 323 ഇരുചക്ര വാഹനങ്ങളാണ് കത്തിനശിച്ചത്. 50 ഇരുചക്രങ്ങൾക്ക് മാത്രമേ ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് ഇരുചക്ര വാഹനങ്ങൾക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസാണ് ഉണ്ടായിരുന്നത്. വിഷയം ടൂ വീലർ യൂസേഴ്സ് അസോസിയേഷൻ ഏറ്റെടുക്കുകയും റെയിൽവേയുടെയും കരാറുകാരന്റെയും ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര സുരക്ഷാ വീഴ്ചകൾ നിരത്തി ഉന്നത അധികൃതർക്ക് നിവേദനം നൽകിയതിനെ തുടർന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമുള്ള വാഹനങ്ങൾക്കും നഷ്ടപരിഹാരം അനുവദിക്കുകയായിരുന്നു. വാഹനങ്ങളുടെ പഴക്കമനുസരിച്ച് 10,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിച്ചതായി ടൂ വീലർ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ അറിയിച്ചു. ശാരീരിക പരിമിതികളെ അതിജീവിച്ച് പഠനത്തിലും കലയിലും ഒരുപോലെ മികവ് തെളിയിച്ച് ശ്രദ്ധേയനായിരിക്കുകയാണ് നിരഞ്ജൻ എന്ന കൊച്ചുമിടുക്കൻ. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ മിന്നും വിജയമാണ് തായമ്പക കലാകാരൻ കൂടിയായ കാഞ്ഞാണി ഭവൻ സ്കൂളിലെ വിദ്യാർത്ഥിയായ നിരഞ്ജൻ നേടിയത്. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 500-ൽ 498 മാർക്ക് നേടിയാണ് നിരഞ്ജൻ തന്റെ കഴിവ് തെളിയിച്ചത്. 99.6% വിജയം കരസ്ഥമാക്കാൻ ഈ കൊച്ചുമിടുക്കന് കഴിഞ്ഞു. മുറ്റിച്ചൂർ സ്വദേശികളായ കൊലയാമ്പറമ്പത്ത് ഗിരീഷ് കുമാറിന്റെയും ബിന്ദുവിന്റെയും മകനാണ് ഈ കൊച്ചു കലാകാരൻ. മുട്ടിനു താഴെ വലം കൈയില്ലാതെ ജനിച്ച നിരഞ്ജൻ ആ പരിമിതികളെയെല്ലാം അതിജീവിച്ചാണ് നേട്ടങ്ങൾ ഒന്നൊന്നായി എത്തിപ്പിടിച്ചത്. വലത് കൈമുട്ടിന് താഴെ കുഞ്ഞു കൈപ്പത്തിയും തീരെ ശോഷിച്ച 4 വിരലുകളും മാത്രമുള്ള നിരഞ്ജനാണ് പഠന മികവിനൊപ്പം മേളത്തിലും വിസ്മയം തീർക്കുന്നത്. ചെസ്സിൽ ഫിഡെ റേറ്റിംഗും കരസ്ഥമാക്കി. ചെറുശ്ശേരി ശ്രീകുമാരന്റെ ശിക്ഷണത്തിൽ മേളം പഠിച്ച് 7ാം വയസ്സിൽ പഞ്ചാരിയിൽ അരങ്ങേറ്റം കുറിച്ചു. 9ാം വയസ്സിൽ തായമ്പകയിലും ഇക്കഴിഞ്ഞ നവംബറിൽ പഞ്ചവാദ്യത്തിലും അരങ്ങേറ്റം നടത്തി. LKG മുതൽ 10ാം ക്ലാസ് വരെ പ്രസംഗം, കവിതാലാപനം, രചനാ മത്സരങ്ങൾ എന്നിവയിലും 1ാം സ്ഥാനത്തായിരുന്നു. മികച്ച നടൻ കൂടിയാണ് നിരഞ്ജൻ. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അനുഗ്രഹമാണ് പഠനരംഗത്ത് തന്റെ നേട്ടത്തിന് കാരണമായതെന്നും അച്ഛനോടൊപ്പം ചെറുപ്പത്തിൽ മേളങ്ങളിൽ പങ്കെടുക്കാൻ പോയതാണ് കലാരംഗത്തേക്ക് കടന്നുവരാൻ പ്രചോദനമായത് എന്നും നിരഞ്ജൻ പറയുന്നു. അച്ഛൻ്റെ ഒപ്പം ഞാൻ ചെറുപ്പത്തിൽ മേളത്തിന് പോയിരുന്നു. അപ്പം അങ്ങനെ കണ്ട് താല്പര്യമായിട്ടാണ് ആദ്യത്തെ കല എന്ന് പറയാൻ ഞാൻ ചെണ്ടയാണ് ആദ്യമായിട്ട് പഠിച്ചത്. അപ്പോൾ 6ാം വയസ്സിലാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. 7ാം വയസ്സിൽ പഞ്ചാരിയും 9ാം വയസ്സിൽ തായമ്പക അരങ്ങേറി. ഈ കഴിഞ്ഞ നവംബറിൽ തിമിലയും അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നെ ചെസ്സും കളിക്കാറുണ്ട്. ചെറുപ്പം മുതലേ അന്നന്നത്തെ പാഠങ്ങൾ പഠിച്ചു തീർക്കുന്നതായിരുന്നു നിരഞ്ജന്റെ പതിവെന്നും കലാരംഗത്തേക്ക് കടന്നു വന്നതോടെ മകന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുവെന്നും പിതാവ് ഗിരീഷ് കുമാറും പറയുന്നു. നമുക്ക് ഇവന്റെ കൈയൊക്കെ ചെറുപ്പമാകുമ്പോൾ അത്രയും ഇതാണല്ലോ, കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു അവനെ കൊണ്ട് പറ്റും, അവൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ വാക്കിലാണ് അവൻ കൊട്ടു പഠിക്കുന്നത്. ആ കൊട്ടു പഠനം ശരിക്കും അവൻ്റെ കോൺഫിഡൻസ്, ആത്മവിശ്വാസം കൂടി. കാരണം ചെറുപ്പം തന്നെ ഇവനെ ഈ ഒരു പരിമിതിയിൽ നിന്ന് കൊട്ടുന്നത് കൊണ്ട് എല്ലാവരുടെ സ്നേഹം, മീഡിയകളടക്കമുള്ള സ്നേഹം അവന് കിട്ടിയിരുന്നു. അപ്പോൾ ആ വാർത്താ പ്രാധാന്യം സ്വാഭാവികമായിട്ട് വരുമ്പോൾ അവൻ്റെ അതൊരു ആത്മവിശ്വാസം വളർത്തി. പിതാവ് ഗിരീഷ് കുമാർ കോസ്റ്റ് അക്കൗണ്ടന്റാണ്. അമ്മ ബിന്ദുവും മൂത്ത സഹോദരി ഇന്ദുലേഖയും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരായും പ്രവർത്തിക്കുന്നു. മൂവരും ചേർന്ന് തൃശൂർ പാട്ടുരായ്ക്കലിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്ഥാപനം നടത്തുകയാണ്. ഇവരുടെ വഴിയെ തന്നെ സഞ്ചരിക്കാനാണ് നിരഞ്ജന്റെയും ആഗ്രഹം. ന്യൂസ് ഡെസ്ക് TCV.
തൃശൂർ നഗരത്തിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് 1 ലക്ഷത്തിലധികം രൂപയടങ്ങിയ ബാഗ് മോഷ്ടിച്ചയാളെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി. പാലക്കാട് എരിമയൂർ സ്വദേശിയായ തൊട്ടിയം കുളമ്പ് വീട്ടിൽ അറുമുഖനെയാണ് സിസിടിവി ക്യാമറ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പിടികൂടിയത്. കഴിഞ്ഞ 10-നായിരുന്നു സംഭവം. ശക്തൻ മാർക്കറ്റിൽ നിന്നും പോസ്റ്റ് ഓഫീസ് റോഡിലേക്ക് പോകുന്ന വഴിയാണ് ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ചിരുന്ന പണമടങ്ങിയ ബാഗ് കാണാതായത്. ഡ്രൈവർ ഉടൻ തന്നെ തൃശൂർ ഈസ്റ്റ് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൺട്രോൾ റൂമിന്റെ സഹായത്തോടെ നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറൽ ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. ആചാരാനുഷ്ഠാനങ്ങളിൽ സമ്പന്നമായ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിൽ ആദ്യാവസാനം വരെയുള്ള ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന വടക്കുംനാഥന്റെ നിലപാട് തറയ്ക്ക് സവിശേഷമായ പ്രാധാന്യമാണുള്ളത്. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന് പുറത്ത് ശ്രീമൂലസ്ഥാനമായ പടിഞ്ഞാറെ ഗോപുരത്തിന് സമീപമാണ് നിലപാട് തറ സ്ഥിതി ചെയ്യുന്നത്. പൂരത്തലേന്ന് നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്ന് എഴുന്നള്ളി ഈ നിലപാട് തറയിൽ എത്തുമ്പോഴാണ് പൂരവിളംബരമായി 3 തവണ ശംഖ് മുഴക്കുന്നത്. തുടർന്ന് പൂരം നാളിൽ പുലർച്ചെ കണിമംഗലം ശാസ്താവ് മുതൽ ഘടകക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാർ രാവും പകലും എഴുന്നള്ളി വന്ന് നിലയുറപ്പിക്കുന്നതും പൂരം നടത്തുന്നതും ഈ നിലപാട് തറയ്ക്ക് മുന്നിലാണ്. പൂരപ്പിറ്റേന്ന് പ്രധാന പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടി, പാറമേക്കാവ് ഭഗവതിമാർ മുഖാമുഖം വന്ന് ഉപചാരം ചൊല്ലി പിരിയുന്നതും നിലപാട് തറയ്ക്ക് അഭിമുഖമായാണ്. കൂടാതെ ഇതേ നിലപാട് തറയ്ക്ക് ഇരുവശങ്ങളിലുമായിട്ടാണ് ആകാശപൂരമായ വെടിക്കെട്ടും അരങ്ങേറുന്നത്. തൃശൂർ പൂരം ചിട്ടപ്പെടുത്തിയ കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ പൂരം കണ്ടിരുന്നതും നിയന്ത്രിച്ചിരുന്നതും ഈ നിലപാട് തറയിൽ ഇരുന്നാണെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ ഇന്നും സംരക്ഷിച്ച് നിലനിർത്തിപ്പോകുന്ന ചരിത്ര പ്രാധാന്യമുള്ള ശക്തന്റെ ഈ നിലപാട് തറ ആനയും മേളവും ജനസഞ്ചയവും നിറയുന്ന ഇടമായി മാറാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. ആ പൂരം നാളിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോ പൂരപ്രേമിയും. വിശ്വത്തോളം പ്രസിദ്ധമായ പൂരത്തോളം പെരുമ നിറഞ്ഞതാണ് വടക്കുംനാഥ സന്നിധിയിലെ ശക്തന്റെ ഈ നിലപാട് തറ. അതിനെ അനുഭവിച്ചറിയാനുള്ള അവസരം കൂടിയാണ് ഓരോ പൂരക്കാലവും. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. ഒരുക്കിയ സംരക്ഷണവും വലിച്ചില്ല വടക്കുംനാഥന് മുന്നിലെ ആൽമുത്തശ്ശിക്കിത് അവസാന പൂരം. വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിൽ 1.5 പതിറ്റാണ്ട് പിന്നിട്ട ആൽമുത്തശ്ശിക്കിത് അവസാന തൃശൂർ പൂരം. ബലക്ഷയത്തെ തുടർന്ന് ആൽമരത്തെ സംരക്ഷിക്കാനുള്ള ചികിത്സകളൊന്നും ഫലിച്ചില്ല. മരത്തിന്റെ വേരുകളും ശാഖകളും ദ്രവിച്ചതുമൂലം ഏതാനും വർഷം മുമ്പ് തന്നെ ആൽമരത്തിന് ബലക്ഷയം സംഭവിച്ചിരുന്നു. ഇതേ തുടർന്ന് പീച്ചി വനഗവേഷണ കേന്ദ്രത്തിലെ സയന്റിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ആൽമരത്തിന് ചികിത്സയും ഒരുക്കിയിരുന്നു. എന്നാൽ കീടബാധയും കുമിൾ രോഗങ്ങളും മൂലമുണ്ടായ മുറിവുണങ്ങാനുള്ള ചികിത്സ ഫലിച്ചില്ല. പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് ആൽമരം വിധിപ്രകാരം നീക്കി പുതിയ ആൽമരം നടുമെന്ന്
കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ TCVയോട് പറഞ്ഞു. പല പരീക്ഷണങ്ങളും KFRയുടെ ഒക്കെ സഹായത്തോടു കൂടി ചെയ്തിട്ടും അത് സജീവമായിട്ടില്ല. അതും മാറ്റി നടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പൂരം കഴിഞ്ഞാൽ അത് നടക്കും. ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനത്തിൽ അവിടെ ഒരു പുതിയ ആൽമരം നടണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. 150 വർഷത്തിലേറെ കാലം വടക്കുന്നാഥിന് മുന്നിൽ തണലൊരുക്കിയ ആൽമുത്തശ്ശിക്ക് വിട. ഏറെ പൂരങ്ങളും തൃശൂരിന്റെ വളർച്ചയും കണ്ട ആൽമുത്തശ്ശിക്കിത് അവസാന തൃശൂർ പൂരം. TCV തൃശൂർ. നായ്ക്കനാലിലെ മുത്തശ്ശി ആലിന് പകരമായി പുതിയതായി നടന്ന ആലിൻ തൈക്ക് സ്വീകരണം നൽകി. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ നാമജപവും മംഗളവാദ്യങ്ങളും അകമ്പടിയായി ആലിൻ തൈയെ ഘോഷയാത്രയായി ശ്രീമൂലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. തുടർന്ന് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ആലിൻ തൈ നായ്ക്കനാലിൽ എത്തിച്ച് നട്ടു. ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളും തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളും ഭക്തജനങ്ങളും പങ്കെടുത്തു. കർണാടകയിലെ ഹുസൂരിൽ നിന്നാണ് കേരള വന ഗവേഷണ കേന്ദ്രത്തിന്റെ സഹായത്തോടെ ആലിൻ തൈ എത്തിച്ചത്. ചരിത്രപ്രസിദ്ധമായ നായ്ക്കനാലിൽ നിരവധി വർഷങ്ങളായി ഉണ്ടായിരുന്ന ആൽമുത്തശ്ശി അത് നിർജീവമായപ്പോൾ അത് മുറിച്ചു മാറ്റി പുതിയ ഒരു ലക്ഷണമൊത്ത ആൽമരം വെക്കുന്നതിന് വേണ്ടി തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കർണാടകയിലെ ഹോസൂരിൽ നിന്ന് ഒരു ലക്ഷണമൊത്ത ആൽമരം KFRയുടെയും അതുപോലെ തന്നെ മറ്റ് അതിൻ്റെ വിദഗ്ധരുടെയും സഹായത്തോടു കൂടി തിരഞ്ഞെടുക്കാനും അത് ഇന്നലെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇന്ന് രാവിലെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും നടത്തി അതിൻ്റെ യാത്രാക്ഷീണം ഉൾപ്പെടെ മാറ്റി ഇന്നിവിടെ വെക്കുന്നതിന് വേണ്ടി തിരുവമ്പാടിയിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി അത് ആനയിച്ച് വടക്കുനാഥനിൽ എത്തിയിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഏറ്റവും നല്ല വിശിഷ്ടമായ ആലിനെ തേടിയുള്ള യാത്രയായിരുന്നു. നമ്മൾ അരയാലാണ് ഫൈക്കസ് റിലീജിയോസ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഒരു വളരെ സേക്രഡ് ആയിട്ടുള്ളൊരു ട്രീ ആണ്. അപ്പോൾ ഇതിന് ധാരാളം പല വിധത്തിലുള്ള നമുക്ക് തൈകൾ നോക്കി. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ അപഗ്രഥനം നടത്തി ഏറ്റവും മേന്മയേറിയ തൈകൾ, ഏറ്റവും പെട്ടെന്ന് വളർച്ച കിട്ടുന്ന, ഏറ്റവും നല്ല ശിഖരങ്ങൾക്ക് ബലമുള്ള, പെട്ടെന്ന് വളരാൻ ശേഷിയുള്ള, ആരോഗ്യമുള്ള തൈ നോക്കി സെലക്ട് ചെയ്ത് നമ്മളിവിടെ വളരെ ശാസ്ത്രീയമായി തന്നെ നടുന്ന പരിപാടിയാണ് നടക്കുന്നത്. കുന്നംകുളം പുതുശ്ശേരിയിൽ യുവാക്കളെ ആക്രമിച്ച കേസിൽ 4 പ്രതികൾ പിടിയിലായി. പുതുശ്ശേരി സ്വദേശികളായ അതുൽ കൃഷ്ണ, ഗോകുൽ പ്രസാദ്, അജ്മൽ, കാണിപ്പയ്യൂർ സ്വദേശി മെജോ എന്നിവരാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച രാത്രി 11:30 പരാതിക്കാരനായ ഹനീഷിന്റെ വീടിന്റെ സമീപത്ത് വെച്ച് 4 യുവാക്കളെ പ്രതികൾ ക്രൂരമായി ആക്രമിച്ചു എന്ന കേസിലാണ് അറസ്റ്റ്. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായികൾക്ക് വൈദ്യുതി ദീപാലങ്കാര മത്സരം സംഘടിപ്പിക്കാൻ തൃശൂർ കോർപ്പറേഷൻ. തൃശൂർ പൂരം കൊടിയേറ്റ ദിവസമായ ഏപ്രിൽ 20 മുതൽ പൂരപ്പിറ്റേന്നായ 27 വരെ ഒരാഴ്ചക്കാലമാണ് ദീപാലങ്കാരം നടത്തേണ്ടത്. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുടെ മുൻവശങ്ങളിലും അനുബന്ധ പ്രദേശങ്ങളിലും സ്വന്തം ഉത്തരവാദിത്വത്തിൽ വൈദ്യുതി ദീപാലങ്കാരം നടത്തി മത്സരത്തിൽ പങ്കെടുക്കാം. സ്വരാജ് റൌണ്ട്, ഘടകപൂരങ്ങൾ വരുന്ന വഴികൾ, റിംഗ് റോഡുകൾ, പടിഞ്ഞാറേക്കോട്ട, കിഴക്കേക്കോട്ട, ശക്തൻ, ഹൈറോഡ്, MG റോഡ്, MO റോഡ് എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളാണ് ദീപാലങ്കാര മത്സരത്തിൽ പങ്കെടുക്കേണ്ടതെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. ചാവക്കാട് തിരുവത്ര അടിപ്പാതയ്ക്ക് സമീപം ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ വെള്ളം പാഴായി. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് പൈപ്പ് പൊട്ടിയത്. പടിഞ്ഞാറെ സർവീസ് റോഡിലാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടെ പൈപ്പ് തകർന്നത്. ഇതേ തുടർന്ന് ദശലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് റോഡിലൂടെ ഒഴുകിപ്പോയത്. പൈപ്പ് പൊട്ടി അതിശക്തമായി വെള്ളം പുറത്തേക്ക് ഒഴുകിയതോടെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിൽ വെള്ളക്കെട്ടായി. മണിക്കൂറുകളോളം വെള്ളം ഒഴുകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ ഇടപെടാതിരുന്നത് പ്രതിഷേധത്തിന് കാരണമായി. തീരദേശ മേഖലയിലെ പലയിടങ്ങളിലും നിലവിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട്. കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഇത്രയധികം വെള്ളം പാഴായി പോയതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പൈപ്പ് ലൈനുകൾ സംരക്ഷിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാത്തതാണ് അപകടത്തിന് കാരണമായത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധി അപാകതകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അവ ചൂണ്ടിക്കാട്ടാനോ പരാതിപ്പെടാനോ കൃത്യമായ ഒരു സംവിധാനമില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു.
പൈപ്പ് പൊട്ടിയാൽ അത് പരിഹരിക്കാനോ പരാതി കേൾക്കാനോ ആളില്ലാത്ത അവസ്ഥയാണെന്ന് പൊതുപ്രവർത്തകർ ഹാഷിം തിരുവത്ര പറഞ്ഞു. ശക്തമായിട്ട് വെള്ളങ്ങൾ പുറത്തോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരുപാട് കുടിവെള്ളം ഇവിടെ പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശുദ്ധജലത്തിന് വേണ്ടി ആളുകൾ നെട്ടോട്ടോടെയാണ്. അപ്പോഴാണ് വെള്ളം പാഴായിക്കൊണ്ടിരുന്നത്. ആരടുത്ത് പരാതി പറഞ്ഞാൽ ഇവിടെ ആരുമില്ല. ഇവിടെ ആരുമില്ല. ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഉടനെ തന്നെ ഇതിനൊരു പരിഹാരം കാണണം. ഇല്ലെങ്കിൽ നാളെ മുതൽക്കൂടെ നിരാഹാരം കെടുക്കാൻ പോവാ. ദേശീയപാത അതോറിറ്റിയും ജല അതോറിറ്റിയും ഏകോപനത്തോടെ പ്രവർത്തിക്കാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നും അടിയന്തരമായി പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ് ചാവക്കാട്. ചാവക്കാട് എടക്കഴിയൂർ ആറാങ്കല്ലിൽ ബൈക്കിടിച്ച് കാൽനട യാത്രിക മരിച്ചു. ആറാങ്കല്ല് സ്വദേശി മുട്ടിൽ മൻസൂറിന്റെ ഭാര്യ 44 വയസ്സുള്ള ഹസീനയാണ് മരിച്ചത്. ബൈക്ക് യാത്രികൻ കോഴിക്കോട് സ്വദേശി അക്ഷയ്, ഹസീനയുടെ ബന്ധു 2 വയസ്സുള്ള ആയിഷ എന്നിവർക്കും പരിക്കേറ്റു. പൊന്നാനിയിൽ നിന്നും ആറാങ്കല്ലിൽ ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് സ്വദേശി ഓടിച്ചിരുന്ന ബൈക്ക് ഇവരെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. റോഡിൽ തെറിച്ചു വീണ ഇവരെ അതുവഴി വന്ന പൊന്നാനി പോലീസാണ് ജീപ്പിൽ ആശുപത്രിയിലെത്തിച്ചത്. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് PKS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. PKS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CK ഗിരിജ, ജില്ലാ സെക്രട്ടറി KV രാജേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാലാവസ്ഥയും സസ്യലോകവും പ്രമേയമാക്കി ഒരുക്കുന്ന വെതേർഡ് തിയേറ്റർ സീരീസ് എന്ന നവീന നാടക പരമ്പരയ്ക്ക് തൃശൂരിൽ തുടക്കമാകുന്നു. ഈ നാടക പരമ്പരയിൽ ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ അരങ്ങിലെത്തും. Instead of going outdoors to enjoy the winter sun, to be in the nature, we are forced to stay indoors with our purifiers on in the boxes. 4 വർഷമായി തുടരുന്ന ദി ബോഡി റിമെമ്പേഴ്സ് ദ മൗണ്ടൻ എന്ന ഗവേഷണ പദ്ധതിയുടെ സമാപനമായാണ് ഈ നാടക പരമ്പര അരങ്ങിലെത്തുന്നത്. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം സസ്യലതാദികളെ എങ്ങനെ ബാധിക്കുന്നു എന്നത് അടിസ്ഥാനമാക്കി ഒരുക്കിയ നാടകം ഭിന്നശേഷി കലാകാരന്മാരെ ഉൾപ്പെടെ അഭിനേതാക്കളാക്കി അമേരിക്കക്കാരിയായ ഡോക്ടർ കാന്ത കൊച്ചർ സംവിധാനം ചെയ്യുന്നു. സെൻസ് മെത്തേഡ്സ് എന്ന പ്രത്യേക രീതിയിലൂടെ മനുഷ്യ ശരീരത്തിന്റെയും ഭൂമിയുടെയും ബന്ധം പുതുക്കി അനുഭവവേദ്യമാക്കുന്ന രീതിയിലാണ് അവതരണം. It is also a pan-India and intercultural project where a group of us are coming together to investigate what stories are plants really telling us. In order to take a look at art and science together, we are inventing new methods for how to stage that. We are also working together as a mixed ability group, folks that are deaf, hard of hearing, blind, VI, and other disabilities, and non-disabled performers are working together. And in order to do that, we are also inventing new methods. സസ്യങ്ങളുടെ ഭാഷയും പ്രകൃതിയുടെ ചുവടുകളും ഈ നാടക പരമ്പരയിൽ പ്രമേയമാകുന്നു. സസ്യങ്ങളുടെ ലോകത്തെ താമസക്കാർ മാത്രമാണ് മനുഷ്യർ എന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ നാടകത്തിലെ കഥാപാത്രങ്ങളുടെ പ്രകടനങ്ങൾ പ്രേക്ഷകർക്ക് അനായാസം മനസ്സിലാകുന്നതിനായി മലയാളത്തിലും ആംഗ്യഭാഷയിലും വിവരണം ഒരുക്കുന്നുണ്ട്. ഈ മാസം 22-ന് കേരള സംഗീത നാടക അക്കാദമി ബ്ലാക്ക് ബോക്സിലും തുടർന്ന് ഫോർട്ട് കൊച്ചി, പാലക്കാട് എന്നിവിടങ്ങളിലും അരങ്ങേറുന്ന നാടകത്തിന് പ്രവേശനം സൗജന്യമാണ്. കൾച്ചറൽ ഡെസ്ക് TCV. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം ഞായറാഴ്ച മുതൽ ഏപ്രിൽ 23 വരെ KT മുഹമ്മദ് തിയേറ്ററിൽ നടക്കും. ഞായറാഴ്ച രാവിലെ 9:30 നാടക മത്സരം അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. നിർവാഹക സമിതി അംഗം ജോൺ ഫെർണാണ്ടസ് അധ്യക്ഷത വഹിക്കും. 5 ദിനങ്ങളിലായി 10 നാടകങ്ങൾ അരങ്ങിലെത്തും. അയ്യന്തോൾ കാഞ്ഞിരപ്പള്ളം പാടത്ത് 2ാം ദിവസവും തീപിടുത്തമുണ്ടായത് പരിഭ്രാന്തി പരത്തി. കഴിഞ്ഞ ദിവസമാണ് പാടത്തെ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചെങ്കിലും 2ാം ദിവസവും പുകഞ്ഞു കത്തുകയായിരുന്നു. ഇനി വാണിജ്യം. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് പുതുവൈഭവം തീർത്തുകൊണ്ട് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു.
വർഷങ്ങളായുള്ള വിശ്വാസവും പാരമ്പര്യവും കൈമുതലാക്കിയെത്തുന്ന ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7ാമത് ഷോറൂമാണ് തൃശൂർ സിറ്റി സെന്ററിൽ ഉപഭോക്താക്കൾക്കായി തുറന്നിരിക്കുന്നത്. മാനേജിംഗ് ഡയറക്ടർമാരായ കെ ചേട്ടൻ, രശ്മി, രഞ്ജിത്ത് എന്നിവർ ചേർന്ന് ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന വേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യശാലിക്ക് ലക്കി ഡ്രോ വഴി ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകുകയും ചെയ്തു. കുറഞ്ഞ പണിക്കൂലിയിൽ മികച്ച ഡിസൈനുകൾ അവതരിപ്പിച്ച് വിപണിയിൽ ശ്രദ്ധേയമായ സ്ഥാനമുറപ്പിച്ച ഹമാര ഗോൾഡൻ ഡയമണ്ട്സിൽ ലൈറ്റ് വെയ്റ്റ്, ഒറിജിനൽ, ആന്റിക്, കുവൈറ്റി, ചെട്ടിനാട്, നഗാസ് തുടങ്ങി വൈവിധ്യമാർന്ന കളക്ഷനുകളുടെ സമ്പന്നമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. അതിശയിപ്പിക്കുന്ന ഓഫറുകളുമായി അക്ഷയ തൃതീയ ദിനത്തെ സമ്പന്നമാക്കാൻ ഒരുങ്ങി കേരളത്തിലെ ആദ്യ ഹോൾസെയിൽ പ്രീമിയം ജ്വല്ലറിയായ തൃശൂരിലെ അഡോറ ജ്വല്ലേഴ്സ്. ഈ അക്ഷയതൃതീയ അവിസ്മരണീയമാക്കാൻ ഉപഭോക്താക്കൾക്ക് സുവർണ അവസരമാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കേരളത്തിലെ ആദ്യ പ്രീമിയം ജ്വല്ലറി കൂടിയായ തൃശൂർ ഇക്കണ്ടവാര്യർ റോഡിലെ അഡോറ ജ്വല്ലേഴ്സ് ഒരുക്കിയിരിക്കുന്നത്. കേരള സ്വർണ്ണാഭരണങ്ങൾ വെറും 1.9% മാത്രം പണിക്കൂലിയിലും ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയിൽ 50% ഇളവോടെയും സ്വന്തമാക്കാം. കൂടാതെ കേവലം 1500 രൂപ മുതൽ സ്വർണ്ണ നാണയങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുമാകും. ഇതിനു പുറമെ 1 പവൻ സ്വർണം വെറും 5000 രൂപ നൽകി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും അഡോറ ജ്വല്ലേഴ്സ് നൽകുന്നു. അക്ഷയ തൃതീയ ദിനമായ ഏപ്രിൽ 19 വരെയുള്ള ഓരോ പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും നേടാനാകും. ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് 36 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച TC ഗോൾഡിന്റെ ഒരു യൂണിറ്റാണ് അഡോറ ജ്വല്ലേഴ്സ്. സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതിനാൽ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ആഭരണങ്ങൾ കുറഞ്ഞ പണിക്കൂലിയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും അഡോറ ജ്വല്ലേഴ്സിന് കഴിയുന്നു. ഡിസൈനർ, ബ്രൈഡൽ, ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനും അഡോറയുടെ പ്രത്യേകതയാണ്. വിവാഹ പാർട്ടികൾക്ക് 10% നൽകി 2 മാസവും 20% നൽകി 4 മാസവും അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള അവസരം നൽകുന്നതിനൊപ്പം സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത ദിവസത്തെ വിലയിലും കുറഞ്ഞാൽ കുറഞ്ഞ വിലയിലും സ്വർണം പർച്ചേസ് ചെയ്യാനുമാകും. 6 മാസം മുൻപ് മുഴുവൻ തുകയും നൽകി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. സ്വർണ്ണ സമൃദ്ധി പദ്ധതിയിലൂടെ തവണകളായി അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായ സ്വർണം അപ്പോഴത്തെ വിലയ്ക്ക് സ്വന്തമാക്കാനുള്ള സുവർണ അവസരവും അഡോറ ജ്വല്ലേഴ്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,135 രൂപ, പവന് 1,13,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തമിഴ്നാട് വാൽപ്പാറയിൽ മലയാളി സംഘം സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ 9 പേർ മരിച്ചു. മരിച്ചവരിൽ 8 പേർ സ്ത്രീകൾ. മലപ്പുറം പാങ് LP സ്കൂളിലെ അധ്യാപകരാണ് അപകടത്തിൽപ്പെട്ടത്. കോൺഗ്രസിനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വനിതാ സംവരണ ബില്ല് BJPയുടെ അപഹാസ്യ നാടകമാണെന്നും കോൺഗ്രസ് വെറും അധികാരമോഹികളെന്നും ബിനോയ് വിശ്വം. നാട്ടാന പരിപാലന ചട്ടത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ തൃശൂർ പൂരം നടത്താനാകാത്ത സ്ഥിതിയുണ്ടാകുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് കുമാർ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഘടകപൂരങ്ങൾക്ക് ആനകളെ നൽകാൻ കഴിയുന്നില്ലെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി. ദേശീയപാത കൊരട്ടി മുരിങ്ങൂർ അടിപ്പാത നിർമ്മാണം. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം ശനിയാഴ്ച രാത്രി മുതൽ 6 ദിവസത്തേക്ക് നിരോധിക്കും. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരും. തൃശൂർ ജില്ലയിലും താപനില ഉയരുന്നു. സംസ്ഥാനത്തെ ശരാശരി പകൽ അന്തരീക്ഷ താപനില 37 ഡിഗ്രി സെൽഷ്യസ് കടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.